ഹലോ, ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു കണവ കറി ആയാലോ. കണവ എല്ലാം ക്ലീൻ ചെയ്ത് നമുക്കത് മുറിച്ചെടുക്കാം. മുറിച്ച മീനെല്ലാം നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ഇച്ചിരി മസാല തയ്യാറാക്കണമല്ലോ. അതിനായിട്ട് തേങ്ങ, കരിയാപ്പില, കാഷ്യൂ നട്ട്സ്, കറുവപ്പട്ട, ഒരു 3 ഗ്രാമ്പു, 2 ഏലയ്ക്ക, ഇച്ചിരി വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ഇതെല്ലാ സാധനങ്ങളും കൂടെ വേണേ. ഞാൻ എന്താ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പീസ് ഇഞ്ചി നമുക്ക് ഈ തേങ്ങയ്ക്ക് പീരയ്ക്കകത്തോട്ട് അരിഞ്ഞിടാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയിൽ ഒരു 5-6 എടുത്ത് നമുക്ക് അരിഞ്ഞിടാം. ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. അത് പിന്നെ ഉപയോഗം വരും. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് തേങ്ങാപ്പീര, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, കുരുമുളക്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, അല്പം പെരുംജീരകവും കൂടെ ഇട്ട് കൊടുക്കുക. ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂക്കുകയൊന്നും വേണ്ട. ഞാനിത് നന്നായിട്ട് മൂപ്പിച്ചില്ല, അത് ഇങ്ങനെ ആയതേ ഉള്ളൂ. ചില പീസൊക്കെ മൂക്കാനുണ്ട്, അത് ആ പീസ് അങ്ങനെ ഇരിക്കട്ടെ. അത് ഇവിടെ തണുക്കട്ടെ. ചട്ടി അടുപ്പത്ത് വെക്കാൻ ചട്ടിയിലാണ് വയ്ക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ആ മുമ്പ് എടുത്ത് വെച്ചതിൻ്റെ ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചില്ലായിരുന്നോ, അതും കൂടെ നമുക്ക് അതിനകത്തോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് 2 സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ചൂടാകുമ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കുക. ഏകദേശം 5-6 മിനിറ്റായി ഞാനിത് തീ കുറച്ചും കൂട്ടിയും വെച്ച് വഴറ്റാൻ തുടങ്ങിയിട്ട്. ഇനി അതിനകത്തോട്ട് എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 പച്ചമുളക് എടുത്തുള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ആ പൊടികൾ ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. 1.5 സ്പൂൺ, ചെറിയ സ്പൂണിന് 1.5 സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇടാം. അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് പുളിക്ക് ആവശ്യമായ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ വഴന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം, വറുത്ത് വെച്ച തേങ്ങ. അതെല്ലാം സൈഡിലോട്ട് മാറ്റി വെക്കുക. തക്കാളി എല്ലാം നല്ല സോഫ്റ്റായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മീനെല്ലാം എടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. മീനെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കി ഒരു 5-6 സെക്കൻഡ് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ ശേഷം ഇതിന് വേവാൻ ആവശ്യമായ വെള്ളം, പച്ചവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. അതിന് ശേഷം ഇതിനാവശ്യമായ ഉപ്പും കൂടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വേവിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കുകയും തീ കൂട്ടിയും കുറച്ചും വെച്ച് അത് ഇളക്കുകയും കൂടെ ചെയ്യണം. ഏകദേശം 10 മിനിറ്റിന് ശേഷം നോക്കുക, നമ്മുടെ ചാറൊക്കെ ഒരുമാതിരി കുറുകി മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് നന്നായിട്ട്. നല്ല വേവുള്ള മീനായത്. അത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഇളക്കിയിട്ട് നമ്മൾ മുമ്പേ അരച്ച് വെച്ച തേങ്ങ വറുത്തരച്ച മിശ്രിതം ഇല്ലേ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനൊരു തുള്ളി വെള്ളം കൂടെ മിക്സിയുടെ ജാറ് കഴുകി ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് നല്ല തീ കൊടുത്ത് ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തിളച്ച് ചാറൊക്കെ നന്നായിട്ട് കുറുകി. ഇതിനകത്ത് മറ്റേ വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. ഈ തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ പുളി കൂടുതൽ വേണ്ടിയൊരു തക്കാളിയുടെ എണ്ണം കൂട്ടുക. അതിന് ശേഷം നമുക്കിതൊന്ന് കടുക് വറുത്തെടുക്കുക. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2-3 കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അര സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട്. ഈ കറിക്ക് ഒരു കളറിന് വേണ്ടിയാണ് മുളക് പൊടി ഇടുന്നത്. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കറിക്കകത്തോട്ട് എടുത്ത് ഒഴിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കണവ കറി തയ്യാറായിരിക്കുന്നു. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഓക്കേ, ബൈ.